മാത്രമല്ല സർ, ഇതിന്റെ കൂടെ നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 11-ലധികം വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ BJP ഒന്നാം സ്ഥാനത്ത്, NDA ഒന്നാം സ്ഥാനത്ത് എത്തി എന്നുള്ളത് കൂടെ അതിന്റെ ആ കണക്കൂടി ഒന്ന് കൂട്ടിച്ചേർത്ത് പറയാമോ സർ? അതായത് 11 ബൈജു, 19. 19 നിയമസഭാ മണ്ഡലത്തിൽ BJP ഒന്നാം സ്ഥാനത്താണ്. 30 നിയമസഭാ മണ്ഡലത്തിൽ BJP രണ്ടാം സ്ഥാനത്ത്. അപ്പൊ 30ഉം 19 പറയുമ്പോൾ 49 സീറ്റ് BJP ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ BJP മുന്നണി, NDA ഒറ്റയ്ക്ക് 19ഉം 30ഉം 19 49 സീറ്റിൽ മുന്നിട്ട് നിൽക്കുകയാണ്. ഇവരുടെ കൂടെ വളരെ നേരിയ ഒരു വോട്ട് എന്ന് പറഞ്ഞാൽ ഒരു 3000 വോട്ട് മുതൽ 10000 വോട്ട് വരെ കൂട്ടിച്ചേർക്കാൻ ഇവിടെ സാധിക്കും. ഇപ്പൊ ജോസഫ് ഗ്രൂപ്പ് വന്നാലും മാണി ഗ്രൂപ്പ് വന്നാലും ഈ പറഞ്ഞ കൂട്ടിച്ചേർക്കൽ ഉണ്ടാവും. അതും കൂടി വന്നു കഴിഞ്ഞാൽ ഈ 40 എന്നുള്ള സീറ്റ്, അതായത് 39 സീറ്റ് എന്നുള്ളത്, 49 സീറ്റ്, 50 സീറ്റ് എന്ന് കൂട്ടാം. 50 സീറ്റിന്റെ കൂടെ 20 സീറ്റ് കൂടെ കിട്ടിയാൽ ഭൂരിപക്ഷമായി. ഈ 20 സീറ്റ് ഭൂരിപക്ഷമാകുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന പാർട്ടികൾ 2 കേരള കോൺഗ്രസ് മാത്രം മതി. അങ്ങനെ 2 കേരള കോൺഗ്രസ് ആ തീരുമാനമെടുത്താൽ അതോടൊപ്പം ചേരാൻ ബാലകൃഷ്ണപിള്ള, ഗണേശൻ തയ്യാറാവും. അതോടൊപ്പം ചേരാൻ NCP തയ്യാറാവും. കാരണം NCP മഹാരാഷ്ട്രയിൽ BJPയുടെ കൂടെ ഉണ്ടല്ലോ. NCP തയ്യാറാവും. അപ്പൊ ബാലകൃഷ്ണപിള്ള വരും, NCP വരും. പ്രേമചന്ദ്രന്റെ കാര്യം ഞാൻ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. എപ്പ ചാടിയാന്ന് ചോദിക്കാൻ മതി. RSP വരും. പോരെ, ഇത്രയും വരുമ്പോ തന്നെ 100 സീറ്റിന് അപ്പുറമായില്ലേ? ഇതാണ് 2016 കേരളത്തിൽ വർക്കൗട്ട് ചെയ്യാൻ പോകുന്ന ഫോർമുല. അതിന് 19 ഒന്നാം സ്ഥാനവും 30 രണ്ടാം സ്ഥാനവും അടക്കം 49 സീറ്റുകൾ BJPയുടെ കയ്യിൽ വെച്ചുകൊണ്ടാണ് 20% വോട്ടുള്ള BJP ഇവരെ വിളിക്കുന്നത്. അപ്പോൾ 20% വോട്ടുള്ള BJPയുടെ കൂടെ ജോസഫ് ഗ്രൂപ്പും മാണി ഗ്രൂപ്പും RSPയും NCPയും അടക്കമുള്ള ആൾക്കാർ വരുമ്പോൾ ഈ വലിയ ചേഞ്ച് ഉണ്ടാകും. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, 100 സീറ്റ് എന്ന് പറയുന്നത് യാതൊരു ആക്ഷേപവും ഇല്ല. മാത്രമല്ല സർ, കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്ര അടക്കമുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പ്, അതിന്റെ ആ ഒരു ഫലത്തിന്റെ ചെറിയ അപ്ഡേഷൻ കൂടെ കൊടുത്താൽ പൂർണ്ണമാവുമെന്ന് തോന്നുന്നു. അതെ, നമ്മളിപ്പോൾ മഹാരാഷ്ട്രയിൽ കേട്ടുകൊണ്ടിരുന്നത് എന്താണ്? മഹാവികാസ് അഘാഡി എന്ന് പറയുന്ന കോൺഗ്രസ് നേതൃത്വത്തിൽ വരുന്ന മുന്നണി മഹാരാഷ്ട്ര തൂത്തുവാരാൻ പോകുന്നു, BJPയുടെ പൊടി പോലും കാണില്ല എന്ന് പറഞ്ഞു. പക്ഷെ മഹായുധി സഖ്യം ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്ന പല പ്രൊജക്ഷനും വരുമ്പോ 150, 170, 195 സർവേ റിപ്പോർട്ടുകൾ അങ്ങനെയാണ് വരുന്നത്. സർവേ റിപ്പോർട്ടുകളെ ആരും ചോദ്യം ചെയ്തിട്ടുമില്ല. പക്ഷേ സർവേ റിപ്പോർട്ടിനെ അതേപടി അംഗീകരിക്കണമെന്നും ഞാൻ പറയില്ല. കാരണം ഇതേ സർവേകൾ തെറ്റിപ്പോയല്ലോ ഹരിയാനയിൽ. അതുകൊണ്ട് സർവേ റിപ്പോർട്ടുകളെ പ്രതിനിധാനം ചെയ്യാതെ തന്നെ നമുക്ക് കൃത്യമായി മനസ്സിലാകും മഹാരാഷ്ട്രയിൽ കനത്ത ഭൂരിപക്ഷത്തോടെ BJP മുന്നണി അധികാരത്തിൽ വരും. ജാർഖണ്ഡിൽ നേരിയ ഭൂരിപക്ഷം ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട്. ഈ നേരിയ ഭൂരിപക്ഷം നല്ല ഭൂരിപക്ഷം ആക്കിയെടുക്കാനുള്ള പണിയൊക്കെ BJPക്ക് അറിയാവുന്നുള്ളത് BJP തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ജാർഖണ്ഡും മഹാരാഷ്ട്രയും കിട്ടി എന്ന് തന്നെ പറയാം. നാളെ കഴിഞ്ഞ് വരെ കാത്തിരുന്നാൽ മതി. പക്ഷെ എനിക്കിപ്പോൾ ഈ ചർച്ചയിൽ പറയാനുള്ളത് ഇത് രണ്ടുമല്ല. ഡൽഹി തെരഞ്ഞെടുപ്പിന് ഇപ്പോൾ നാമനിർദ്ദേശം കൊടുക്കാൻ തുടങ്ങി. അവിടെ ഇപ്പോ ഇതാ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നു തുടങ്ങി. ഏറ്റവും വലിയ അടി കിട്ടാൻ പോകുന്നത് ഡൽഹിയിലായിരിക്കും. കഴിഞ്ഞ എത്രയോ തവണയായി ആം ആദ്മി പാർട്ടിക്ക് തിരിഞ്ഞു നോക്കണ്ടാത്ത വിധം ഭൂരിപക്ഷം കൊടുത്തുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ ഭരിച്ചിരുന്ന ഡൽഹി ഇത്തവണ BJP പിടിക്കും. അങ്ങനെ BJP ഡൽഹിയും കൂടെ പിടിക്കുന്നതോടുകൂടി ഒരു കാര്യം മനസ്സിലാവും, ഇന്ത്യയിലെ ഏത് പ്രദേശത്ത്, തെക്കേ ഇന്ത്യ, മധ്യ ഇന്ത്യ, വടക്കേ ഇന്ത്യ, ഡൽഹി എവിടെയാണെങ്കിലും സംഭവിക്കാൻ പോകുന്നത് BJPയുടെ അതിശക്തമായ തേരോട്ടമായിരിക്കും. അതിന് പിന്നാലെ സംഭവിക്കാൻ പോകുന്നത് പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാൾ ഇപ്പോൾ തന്നെ പുകഞ്ഞു കത്തുകയാണ്. പശ്ചിമ ബംഗാളിലും നല്ല തോതിലുള്ള അട്ടിമറിയായിരിക്കും വരുന്നത്. ഈ ചിത്രങ്ങളൊക്കെ സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരാണ് മലയാളികൾ. ഇപ്പൊ കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് അടിമത്തം പേറിക്കൊണ്ടും ഈ പറഞ്ഞ ദാരിദ്ര്യവും ദുഃഖവും അനുഭവിച്ചുകൊണ്ടും കഴിയേണ്ട ഗതികെട്ട ജനതയല്ല കേരളീയർ, മലയാളികൾ എന്നുള്ള തീരുമാനമെടുക്കാൻ CPIM-ഉം മുസ്ലിം പാർട്ടികളും ഒഴിച്ച് മറ്റു പാർട്ടികൾ നിർബന്ധിതരാവും. അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം കോൺഗ്രസിന് BJPക്ക് വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ മുസ്ലിം അനുകൂലമായിട്ടുള്ള നിലപാടിൽ അടിയുറച്ച് നിൽക്കേണ്ടി വരികയാണെന്നിരിക്കട്ടെ. സംഭവിക്കാൻ പോകുന്ന 2 കാര്യങ്ങൾ ഞാൻ പറയാം. കേരളത്തിന്റെ പൊതുവായിട്ടുള്ള രാഷ്ട്രീയ ബോധം BJPയോടൊപ്പം നിൽക്കുകയും
ക്രൈസ്തവ വോട്ടും ഹൈന്ദവ വോട്ടും ഒന്നിക്കുകയും NCPയും RSPയും അടക്കമുള്ള NCP RSP അടക്കമുള്ള കേരള കോൺഗ്രസ് B അടക്കമുള്ള പാർട്ടികൾ BJPയോട് ചേരുകയും ചെയ്യുമ്പോൾ കോൺഗ്രസിനകത്ത് അങ്കലാപ്പിലാവും, നിലനിൽപ്പ് അപകടത്തിലാവും. അങ്ങനെ വരുമ്പോൾ സംഭവിക്കാവുന്ന രണ്ട് കാര്യമാണ്. ഒന്നുകിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി നെടുകെ പിളരുകയും ഒരു വിഭാഗം പാർട്ടി NDAയോട് ചേരുകയും ചെയ്യും. ഇനി നെടുകെ പിളരുന്നില്ല എന്നിരിക്കട്ടെ, അതിനേക്കാൾ ബുദ്ധിമാന്മാരായിട്ടുള്ള ചില ആൾക്കാരുണ്ട്. അവർ നേരെ ഇങ്ങോട്ട് ചാടും. ഇപ്പം കരുണാകരന്റെ മകൻ മുരളീധരൻ ചാടും. അതുപോലെ തിരുവനന്തപുരത്ത് MP അദ്ദേഹം ശശി തരൂർ ചാടും. ഇങ്ങനെ ചാടിയാൽ പുറകെ ചാടാൻ കുറെ ആൾക്കാർ നിൽപ്പുണ്ട്. അതായത് ഹിന്ദു വോട്ട് ബാങ്കിന്റെ പശ്ചാത്തലത്തിൽ നിന്നാൽ ജയം ഉറപ്പാണ് എന്ന് തോന്നുന്ന എല്ലാവരും ചാടും. ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസിനകത്തെ മുസ്ലിം വിഭാഗം, കോൺഗ്രസിനകത്തെ ഇടതുപക്ഷ വിഭാഗം മാത്രം അവശേഷിക്കുകയും കോൺഗ്രസ് ഇടതും വലതുമായി ചിന്തിച്ച് പിളരുകയും ചെയ്യും. ഇതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഏതായാലും വളരെയേറെ നാടകീയമായിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള പൊട്ടിത്തെറികളായിരിക്കും അടുത്ത 2 വർഷക്കാലം, അതായത് 2016 അസംബ്ലി ഇലക്ഷന് തൊട്ട് മുമ്പ് വരെയുള്ള സമയത്ത് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നു. വലിയൊരു രാഷ്ട്രീയ ധ്രുവീകരണം. അതിന് മാത്രമുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ 20% വോട്ടായി. BJP മുന്നണിക്ക് 20% വോട്ടായി. ആ 20%-നോടൊപ്പം 20% കൂടി കൂട്ടിച്ചേർക്കാൻ കഴിയുന്നവര് എക്കാലവും കേരളത്തിൽ അധികാരത്തിലിരിക്കും. കമ്മ്യൂണിസ്റ്റുകാരന്റെയും മുസ്ലിം തീവ്രവാദികളുടെയും അടിമത്തം പേറേണ്ടി വരില്ല. അഭിമാനത്തോടെ ഭരിക്കാൻ പറ്റും. അതിന്റെ ഒരു അടിസ്ഥാന കാരണം കൂടിയുണ്ട്. സാമ്പത്തികമായി ഇത്രയും തകർന്നു കിടക്കുന്ന ഒരു സംസ്ഥാനം LDF ഭരിച്ചാലും UDF ഭരിച്ചാലും ആർക്കും ഒന്നും കൊടുക്കാൻ പറ്റാതെ വരും. ശമ്പളം കൊടുക്കാൻ പറ്റില്ല, പെൻഷൻ കൊടുക്കാൻ പറ്റില്ല, ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പറ്റില്ല, കോൺട്രാക്ടർമാർക്ക് ബില്ല് മാറി പൈസ കൊടുക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എന്ത് വേണം? കേന്ദ്ര BJPയുടെ സപ്പോർട്ട് കിട്ടുന്ന ഒരു ഭരണകൂടം കേരളത്തിൽ വരണം. അതുകൊണ്ട് കേന്ദ്ര BJPയുടെ സപ്പോർട്ട് കിട്ടുന്ന തരത്തിലുള്ള ഒരു NDA മുന്നണിയിൽ ചേർന്ന് കഴിഞ്ഞാൽ കേന്ദ്രത്തിന്റെ പണവും കിട്ടും, കേരളത്തിലെ സപ്പോർട്ടും കിട്ടും, ഭരണവും കിട്ടും. അതൊരു തവണത്തേക്കൊന്നുമല്ല, സ്ഥിരമായിട്ട് കിട്ടും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിലൊരു വമ്പൻ രാഷ്ട്രീയ ധ്രുവീകരണം ഉണ്ടാകും. ഒരു നിശബ്ദമായിട്ടുള്ള രക്തരഹിതമായിട്ടുള്ള ഒരു വിമോചന സമരം, 2ാം വിമോചന സമരം കേരളത്തിൽ വിജയിക്കുകയും NDAയുടെ യുഗം കേരളത്തിൽ ആരംഭിക്കുകയും ചെയ്യും. മലർപ്പൊടിക്കാരന്റെ ദിവാസ്വപ്നം എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ ഇത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നമായിട്ട് ആരും കരുതേണ്ട. കാരണം വെറും 2 സീറ്റിൽ നിന്ന് ഇന്ന് മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി നരേന്ദ്രമോദിജി ആദ്യം വരുന്നു, 2ാമത് വരുന്നു, 3ാമത് വരുന്നു. ഈ രീതിയിലേക്ക് മാറാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് തന്നെ മാറാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്ന് കേരളം 20% വോട്ടിൽ എത്തി നിൽക്കുന്നു. മാത്രമല്ല കഴിഞ്ഞ ലോക്സഭയിൽ സാറ് പറഞ്ഞ പോലെ തന്നെ 19 നിയമസഭാ മണ്ഡലങ്ങളിലും 39 മറ്റ് മണ്ഡലങ്ങളിൽ സെക്കൻഡ് സ്ഥാനത്തിലേക്കും 1ാം സ്ഥാനത്തേക്കും എത്തി എന്നുണ്ടെങ്കിൽ ഇത് വരാനിരിക്കുന്ന നാളുകളിൽ NDAയുടെ ഭരണം തന്നെയാണ്. അത് നമ്മളിപ്പോ സുരേന്ദ്രൻജി കഴിഞ്ഞ തവണ പറഞ്ഞ സമയത്ത് 25 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ ഭരണത്തിലേറും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് പരിഹസിച്ച ട്രോളുകളും മറ്റുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെയാണ് നമ്മൾ. അതുകൊണ്ട് ഇത് അസംഭാവ്യമല്ല, സംഭാവ്യം തന്നെയാണ് എന്ന് അക്ഷരം കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ഇനി എന്തെങ്കിലും കൂട്ടിച്ചേർക്കേണ്ടതുണ്ടോ സർ വിട്ടുപോയത്? കേരളത്തില് ഇനിയിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം കേരളത്തിന്റെ യുവത്വം എന്നുള്ളതാണ്. കേരളത്തിന്റെ യുവത്വം ഇന്ന് 2ആയിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. ഒന്ന്, കേരളവും വിട്ട് ഇന്ത്യയും വിട്ട് പുറത്തുപോയി ജീവിതമാർഗം കണ്ടെത്തിയവർ. അവരിനി ഇന്ത്യയിലേക്ക് തിരിച്ചു വരണം, അല്ലെ കേരളത്തിലേക്ക് തിരിച്ചു വരണം എന്ന് ആഗ്രഹിച്ചാൽ പോലും തിരിച്ചു വരാൻ വയ്യാത്ത വിധം വിദേശത്ത് കുടുങ്ങിപ്പോകും. അതൊന്ന്. 2ാമത്തെ ഒരു വലിയ കാര്യം, വിദേശത്തേക്ക് പോകുന്നവരൊക്കെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാണ്. അവരുടെ സ്ഥലവും വീടും കടയും കെട്ടിടവും വാങ്ങിക്കൂട്ടുന്നത് മുസ്ലിങ്ങൾ മാത്രമാണ്. അപ്പോൾ കേരളത്തിന്റെ ഭൂവിഭാഗത്തിൽ ഇന്ന് ന്യൂനപക്ഷമായി നിൽക്കുന്ന മുസ്ലിം അടുത്ത 5-10 വർഷത്തിനുള്ളിൽ, 10 വർഷമൊന്നും വേണ്ട, 5 വർഷത്തിനുള്ളിൽ കേരളത്തിന്റെ ഭൂവിഭാഗത്തിന്റെ 4-ൽ 3 അല്ലെങ്കിൽ 3-ൽ 2 ഭാഗമോ മുസ്ലിങ്ങളുടെ ആധിപത്യത്തിലാവും. ഈ ആധിപത്യം ഉണ്ടാക്കുന്ന തിരിച്ചടി വളരെ ശക്തമായിരിക്കും. അത് നിശബ്ദമായിരിക്കും. ഇന്നിപ്പോൾ നമുക്കറിയാം കേരളത്തിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന സ്ഥലമൊക്കെ ആരുടേതാണ്? ക്രിസ്ത്യാനിയുടെയാണ്, മുസ്ലിമിൻ്റെതാണ്. കേരളം മുഴുവൻ യാത്ര ചെയ്യുമ്പോൾ കണ്ണ് തുറന്നു പിടിച്ചാലും ഇല്ലെങ്കിലും നമുക്ക് കാണാൻ കഴിയുന്നതാണ് വിൽപ്പനയ്ക്ക്, വിൽപ്പനയ്ക്ക്, വിൽപ്പനയ്ക്ക്. വീട് വിൽപ്പനയ്ക്ക്, കട വിൽപ്പനയ്ക്ക്, എസ്റ്റേറ്റ് വിൽപ്പനയ്ക്ക്, സ്ഥലം വിൽപ്പനയ്ക്ക്, നിലം വിൽപ്പനയ്ക്ക്, എല്ലാം വിൽപ്പനയ്ക്ക്. ഈ വിൽക്കുന്നവരാരാ? വിൽക്കുന്നവരിൽ ഒരു മുസ്ലിമിനെ കാണിക്കാൻ പറ്റുമോ?
ഒരാളും ഇല്ല. വാങ്ങുന്നവരാരാണ്? വാങ്ങുന്നത് മുഴുവൻ മുസ്ലിങ്ങളാണ്. അപ്പോൾ ആ സേതു ഹിമാലയം എന്ന് പറയുന്ന പോലെ ഈ കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള ഭൂമി ക്രിസ്ത്യാനിയും ഹിന്ദുവും കൂടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയും മുസ്ലിങ്ങൾ മാത്രം അത് വാങ്ങുകയും ചെയ്യുമ്പോൾ നടക്കുന്ന സംഭവം എത്ര ഭീകരമാണ്. ഇപ്പൊ ഞാൻ പാലായിൽ ഇരുന്നു കൊണ്ടാണ് സംസാരിക്കുന്നത്. പാലാ നഗരം എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ രൂപതയാണ് പാല, ക്രിസ്ത്യൻ രൂപതയാണ് പാല. പരിശുദ്ധ റോം മാർപ്പാപ്പ ഇരിക്കുന്ന പരിശുദ്ധ റോം അടങ്ങുന്ന പാതുവ രൂപത ലോകത്തെ 2ാമത്തെ രൂപതയാണ് എന്ന് പറയുമ്പോൾ കണക്കറിയുന്നവർക്ക് ഞാൻ ഈ പറയുന്നത് ബോധ്യമാവും, ക്രിസ്ത്യാനികൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ലോകത്തെ 1ാമത്തെ രൂപതയായ പാലാ രൂപതയുടെ തലസ്ഥാനമാണ് പാലാ മുനിസിപ്പാലിറ്റി. ആ പാലാ മുനിസിപ്പാലിറ്റിക്കകത്ത് കഴിഞ്ഞ 6 മാസത്തിനിടയിൽ 100 ആധാരങ്ങളാണ് നടന്നത്. മുസ്ലിങ്ങൾ സ്ഥലം വാങ്ങിച്ചിരിക്കുന്നു. 6 മാസം കൊണ്ട് 100 സ്ഥലം വാങ്ങാൻ പാലാ മുനിസിപ്പാലിറ്റിക്കകത്ത് മുസ്ലിങ്ങൾക്ക് സാധിച്ചു എങ്കിൽ നിയമവിരുദ്ധമൊന്നുമല്ല, നിയമവിധേയമായിട്ടാണ്. പക്ഷേ ഇതുണ്ടാക്കുന്ന ഒരു ഞെട്ടലുണ്ടല്ലോ, ഈ യാഥാർത്ഥ്യവുമായിട്ട് പൊരുത്തപ്പെടാൻ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിനോ ഹിന്ദു സമൂഹത്തിനോ കഴിയുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഭൂമി നഷ്ടപ്പെടുകയാണ്, ജനസംഖ്യ നഷ്ടപ്പെടുകയാണ്. ഭൂമിയും ജനസംഖ്യയും നഷ്ടപ്പെട്ടാൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത്? സംസ്ഥാനം നഷ്ടപ്പെടുകയാണ്. ഇസ്ലാമിക രാജ്യമായിട്ട് കേരളം മാറുകയാണ്. ഇതിനു മുമ്പ് അവരിത് വെച്ചിരുന്ന ഒരു ലക്ഷ്യമുണ്ട്. പാലക്കാട് മുതൽ മൈസൂർ വരെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഒന്നിച്ചു ചേർത്തുകൊണ്ട് മലബാർ സംസ്ഥാനം വേണം, പിന്നീട് ഇത് രാജ്യമാക്കി മാറ്റാം. ഇന്നിപ്പോ അതല്ല സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ കന്യാകുമാരി ജില്ല മുതൽ മൈസൂർ വരെ എന്ന് പറയുമ്പോൾ തമിഴ്നാടിന്റെ കന്യാകുമാരിയും കേരളം മുഴുവനും കർണാടകത്തിന്റെ തെക്ക് ഭാഗത്തുള്ള 2-3 ജില്ലകളും ചേർത്തിട്ട് ഒരു ഇസ്ലാമിക സ്റ്റേറ്റ് രൂപീകരിക്കാൻ കഴിയും അടുത്ത 10 വർഷത്തിനകം. അതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ബുദ്ധിയുള്ള ആൾക്കാർ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്തും മതരംഗത്തും കേരളത്തിന്റെ ഭൗതിക മേഖലയിൽ സ്ഥലത്തിന്റെ കാര്യത്തിലും കെട്ടിടത്തിന്റെ കാര്യത്തിലും വീടിന്റെ കാര്യത്തിലും സമ്പത്തിന്റെ കാര്യത്തിലും സർവോപരി ജനസംഖ്യയുടെ കാര്യത്തിലും സംഭവിക്കാൻ പോകുന്ന വലിയ പരിവർത്തനം, അതിനെ തടയിടണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ NDA മുന്നണിക്കല്ലാതെ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയ ഹിന്ദു, ക്രിസ്ത്യൻ, കമ്മ്യൂണിസ്റ്റുകാര്, കോൺഗ്രസ്സുകാര് ഒന്നിച്ചു ചേരാതെ നിലനിൽപ്പില്ല, ജീവിക്കാൻ സാധ്യമല്ല എന്നുള്ള അവസ്ഥയാണ് വരാൻ പോകുന്നത്. ഇത് കൃത്യമായി മനസ്സിലാക്കി തിരിച്ചടിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും അടുത്ത 5 വർഷക്കാലം. അതുകൊണ്ട് അടുത്ത 5 വർഷക്കാലത്തിനിടയിൽ നടക്കാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, അസംബ്ലി തെരഞ്ഞെടുപ്പ് എന്നിവയിൽ നമുക്ക് കൃത്യമായിട്ടും ഇതിന്റെ പ്രതിഫലനം കാണാൻ പറ്റും. അതാണ് എനിക്ക് അവസാനമായി കൂട്ടിച്ചേർക്കാൻ.